ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസൽ ഗസീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത് തുടങ്ങുന്നത് ഞാൻ രാത്രി സമൂസ ഉണ്ടാക്കിയിട്ട് രാവിലേക്ക് സമൂസ, ഉന്നക്കായി, റോളി ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് രാവിലേക്ക് ഡെലിവറി ആക്കാൻ. പിന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട്, 2 kg ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോറസ്റ്റിൽ രണ്ടും ഒന്നിച്ചിട്ട് ഇടയിലിടയിൽ ഒരു ലെയറാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 kg ഹൈറ്റിൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാത്രി തന്നെ കേക്ക് എല്ലാം ആക്കിയിട്ട് വെച്ച് ഇപ്പോൾ അതിൻ്റെ ഫ്രോസ്റ്റിംഗ് എല്ലാം രാവിലെ ഒരു 4 മണിയാകുമ്പോൾ തന്നെ അടിച്ചിട്ട് ആക്കി എല്ലാം ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടാക്കിയ മസാല ദോശയും ചട്നിയും എല്ലാം ഉണ്ടാക്കി. അപ്പോൾ മക്കൾക്ക് ടിഫിനിലും അതുതന്നെ കൊടുത്തപ്പോൾ എനിക്കൊരു മംഗലത്തിന് പോകാനുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു 10:30 മണിയാകുമ്പോൾ എനിക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ 8 മണിയാകുമ്പോൾ തന്നെ 2 മണിക്ക് കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എത്തില്ലാന്ന് വിചാരിച്ചിട്ട് 8 മണിയാകുമ്പോൾ തന്നെ മോന് പോകുമ്പോൾ തന്നെ ഡെലിവറി ആക്കിയത്. അതിന് ശേഷം പിന്നെ മസാല ദോശ എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചത്. അപ്പോൾ പിന്നെ 2 kg ഹൈറ്റിൻ്റെ കേക്ക് ആയതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു തട്ട് എടുത്തിട്ടുണ്ടായിന്. ആ തട്ട് എടുത്തിട്ട് അപ്പോൾ തട്ട് ഞാൻ പുറത്ത് വെച്ചിട്ട് പിന്നെ പുറത്തെടുത്തതല്ലേ വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് അത് വാഷാക്കുന്ന സമയത്ത് ഒന്നോടും തട്ടിമുട്ടിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് അത് പൊട്ടിയിട്ട് എല്ലാം ഫുള്ള് നമ്മൾ വണ്ടീൻ്റെ ഗ്ലാസ് എല്ലാം ഇങ്ങനെ പൊടിയാകുന്നില്ല, അതുപോലെ ആയിട്ടുണ്ടതിന്. അപ്പോൾ ഞാൻ മോനോടെല്ലാം പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം പറഞ്ഞത് അത് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് തണുപ്പെന്ന് എടുത്തിട്ട് അങ്ങനെ വാഷാക്കിയെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ആയിട്ടുണ്ടോ, ഇങ്ങനത്തെ സംഭവം ആർക്കെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കേക്കെല്ലാം റെഡിയായി. അപ്പോൾ രാവിലെ തന്നെ കൊടുത്ത്. അപ്പോൾ ഈ ഒരു കേക്കാണ് എനിക്ക് ഉണ്ടായത്, 2 kg ബർത്ത്ഡേ കേക്ക് ഉണ്ടായത്. അപ്പോൾ പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സ്നാക്സും രാവിലെ തന്നെ ഡെലിവറി ആക്കിന്. അപ്പോൾ അവർക്ക് ഞാൻ എത്താൻ ലേറ്റായെങ്കിൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടും എല്ലാം രാവിലെ തന്നെ ഡെലിവറി ആക്കിയത്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു 10:30 മണി കഴിയുമ്പോൾ മംഗലത്തിന് പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ തന്നെ മംഗലം ഉണ്ടായത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അടുത്ത വീഡിയോ ഒന്നും എടുത്തിട്ടാവുക അവിടെ പിന്നെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമുക്ക് വേറൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ വീഡിയോ എടുക്കാനോ പിന്നെ കൂടുതലായിട്ട് ഞാനങ്ങനെ എല്ലാം വീഡിയോ എടുക്കലും ഇല്ല, അങ്ങനെ ഒരു എടുത്തിട്ടിടാനുള്ള താല്പര്യമില്ല. അപ്പോൾ വൈകുന്നേരം 4 മണി ഞാൻ എത്തുമ്പോൾ അപ്പോൾ കൊയിലാണ്ടിയിൽ പുതിയാപ്പിളയാണ്. അപ്പോൾ പുതിയാപ്പിളെല്ലാം വന്നതിന് ശേഷം ഞാൻ വന്നത്. അപ്പോൾ വൈകുന്നേരം വന്നിട്ടായിട്ട് മക്കൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ രാത്രിയിലേക്കുള്ള വൈറ്റ് സോസ് പാസ്ത എല്ലാം ഉണ്ടാക്കി. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് ഞാൻ ഓർഡർ ഒന്നും എടുത്തിട്ട് എന്തെങ്കിൽ എനിക്ക് പിറ്റേ ദിവസത്തേക്ക് പിന്നെ എൻ്റെ കസിൻ്റെ മോൻ്റെ മംഗലം ഉണ്ടായിന്. അപ്പോൾ അതിന് പോകാനുള്ളതുകൊണ്ട് പിന്നെ രാവിലെ പോയെങ്കിൽ പിന്നെ വൈകുന്നേരം രാത്രിയെല്ലാം ആവും ചിലപ്പോൾ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇതാക്കിയിട്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയും കായെല്ലാം തോന്നി. പിന്നെ ടിഫിന് കൊടുത്ത് മക്കൾക്ക് ടിഫിന് ഈ പാസ്താനെ കൊടുത്ത്. അങ്ങനെ മംഗലത്തിനെല്ലാം പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് അതിന് ശേഷം ഞാൻ പുരയിൽ തന്നെ ഉണ്ടായി, എൻ്റെ ഉമ്മാൻ്റെ പുരയിൽ പോയത്. അപ്പോൾ അവിടുത്തെ എനിക്ക് മോമോസിൻ്റെ ഓർഡർ ഉണ്ടായിന്, ഒരു 50 മോമോസും പിന്നെ 1 കിലോ ബാട്ട് പത്തൽ അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായിന്. പിന്നെ വേറെ അങ്ങനത്തെ എല്ലാം ഇതുണ്ടായിന്. പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നത് കൽത്തപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നെ പുരയിലുണ്ടെങ്കിൽ ഓർഡർ എടുക്കും ഞാൻ. അത് എൻ്റെ ഉമ്മൻ്റെ ആ സൈഡിൽ തന്നെ ഉണ്ട് കുറച്ച് ഓർഡർ ഉണ്ടായത്. അപ്പോൾ ഇത് മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓർഡർ എടുക്കാം, നമുക്ക് എങ്ങനെ ഓർഡർ എടുക്കാം, അതിനൊന്നും ഒരു മടി തോന്നിയെങ്കിൽ പിന്നെ നമുക്ക് എന്തും കഴിയല്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ കുറേ എനിക്ക് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് നമ്മളോട് ഡൗട്ട് ചോദിച്ചിട്ട് വിളിക്കുമ്പോൾ എല്ലാം. അപ്പോൾ ഇതൊരു ഗെറ്റ് ടുഗദറിന് ബീച്ചിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഓർഡർ ഉണ്ടായിന്. 2 മീഡിയം കൽത്തപ്പം, ഒരു ലാർജ് കൽത്തപ്പം, അതൊരു പീസ് തന്നെ ആക്കിയിട്ട് ഒരു വേണമെന്ന് പറഞ്ഞിട്ട് 2 കണ്ടെയ്നറിൽ കൊടുത്തത്. പിന്നെ ഒരു കൽത്തപ്പം 8 പീസാക്കിയിട്ട് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ലക്ഷദ്വീപ് എന്നെല്ലാം വിളിച്ചിട്ടുണ്ടായിന്. ഒരുപാട് സന്തോഷമാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട്. ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാം തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല. നമ്മളെ കൊടുത്തിട്ട് ആരെങ്കിലും നന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ വിദ്യാനഗറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിന്. ഒരുപാട് സന്തോഷമാണ്. എനിക്ക് ഏത് സമയത്ത് എപ്പം വിളിക്കുന്നതിന് ഒരു പ്രശ്നമില്ല, എന്ത് ഡൗട്ട് വേണമെങ്കിലും ഞാൻ ക്ലിയർ ചെയ്യും. അപ്പോൾ അവർക്ക് മെയിനായിട്ട് അറിയേണ്ടത് അതെങ്ങനെ ഓർഡർ കിട്ടുന്നത് എന്തെന്നല്ല. അപ്പോൾ ഓർഡർ കിട്ടാൻ നമുക്ക് നല്ല ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാം, നമുക്ക് ഫ്രണ്ട്സിനോട് പറയാം, ഫാമിലീനോട് പറയാം. അപ്പോൾ ചില ആൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് മുട്ടമാലേൻ്റെ ഓർഡറെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിന് ശേഷം ഞാൻ പോകുന്നത് മാംഗ്ലൂർ
ഹോസ്പിറ്റലിലേക്ക് ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് മുട്ടമാല രാവിലെ കൊടുക്കാനുണ്ടായത് രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചേ. അപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് വേറൊരു ഓർഡർ വന്നിട്ടുണ്ടായിന് ബ്രൈഡ് ടു ബി കേക്കിൻ്റെയും പിന്നെ ഒരു ബർത്ത്ഡേ കേക്ക് ചെറിയൊരു കേക്ക് ഉണ്ടായത്. അതെന്തെന്ന് പറഞ്ഞെങ്കിൽ മറ്റേ നമ്മളെ ലഞ്ച് ബോക്സ് കേക്ക് ഉണ്ടായത്. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചക്ക് കൊടുക്കാനുണ്ടായിന് ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും രാവിലെ എണിച്ചിട്ട് കേക്കെല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാക്കിയിട്ട് ഉച്ചക്ക് 2-3 മണിയാകുമ്പോൾ എല്ലാം ഡെലിവറി ആയിന്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സ്റ്റാറ്റസ് കുറച്ച് ഫ്രണ്ട്സിനോടെല്ലാം പറയാം, നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ഫോട്ടോ എല്ലാം എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാം, അങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ അതിന് ശേഷം സമൂസൻ്റെ ഓർഡർ ഉണ്ടായിന്. അങ്ങോട്ടേക്ക് തന്നെ ഇതെല്ലാം ഓർഡർ ഉണ്ടായിന്. ഉമ്മാൻ്റെ പുരയിൽ കുറച്ച് ദിവസം നിന്നിട്ട് വന്നത്. പിന്നെ ഇതിൻ്റെ കുറേ മുതൽ മുടക്കൊന്നും വേണ്ട, നമുക്ക് പുരയിൽ തന്നെ ഉണ്ടാകുന്ന സാധനം കൂടുതൽ അങ്ങനെ വലിയ ചിലവില്ല നമുക്ക് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ പുരയിൽ തന്നെ ഒരു ഇതെല്ലാം സാധനം നമ്മൾ പുരയിൽ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ കുറേ വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കേക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കേക്ക് തന്നെ വാങ്ങാൻ അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. പിന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ അങ്ങനത്തെ വേറെ എക്സ്ട്രാ പൈസ ആവശ്യം വരുന്നില്ല. നമുക്ക് ചട്ടി അതെല്ലാം നമ്മളെ പുരയിൽ തന്നെ ഉണ്ട്, ചട്ടിയെല്ലാം യൂസ് ചെയ്യുന്നതല്ലേ. പിന്നെ അതിനൊരു പ്രശ്നം വരുന്നില്ല നമുക്ക്. അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം ഇങ്ങനത്തെ എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്ക് തുടങ്ങാൻ പറ്റും നല്ലൊരു ബിസിനസ് ഇത്. അപ്പോൾ എല്ലാവരും പിന്നെ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങുക. പിന്നെ കുറേ പൈസേൻ്റെ ചിലവില്ല, പുരയിലിരുന്നിട്ട് തന്നെ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ് നമ്മൾ സ്നാക്സിൻ്റെ ബിസിനസ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലെല്ലാം ചോദിക്കാനൊന്നും മടിക്കേണ്ട. എൻ്റെ ഇൻസ്റ്റാളിൻ്റെ നമ്പർ ഉണ്ട്, അപ്പോൾ വിളിക്കുക, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കുക. പിന്നെ അതിന് ശേഷം ഒരു 50 ഉന്നക്കായൻ്റെ ഓർഡർ ഷോപ്പിലേക്ക് ഉണ്ടായിന്. പിന്നെ ഒരു 30 ഉന്നക്കായൻ്റെ വേറൊരു ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ചിലത് പെട്ടെന്ന് വരുന്ന ഓർഡർ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചെങ്കിലെല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി അത് എടുത്ത് കൊടുക്കാനും ഇതില്ല, ഇത് പ്രശ്നമില്ലല്ലോ ഫ്രീസറിൽ വെക്കുന്നതിന്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടും. അപ്പോൾ ഗസ്റ്റെല്ലാം വരുന്ന സമയത്ത് ചില ആളെല്ലാം വിളിച്ച് ചോദിക്കുന്നല്ലോ, അങ്ങനെയെല്ലാം ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.